പ്രിയപ്പെട്ടവരെ, നാം എല്ലാവരും സൗന്ദര്യ ആരാധകരാണ്. നമ്മുടെ ഇടയിൽ സിനിമ നടിമാർക്കും നടന്മാർക്കും സ്പോർട്സ് താരങ്ങൾക്കും ഒക്കെ വളരെ അധികം ആരാധകർ ഉണ്ടാകുന്നതിന്റെ മുഖ്യ കാരണവും അതാണ്. സൗന്ദര്യമുള്ള വസ്തുക്കൾ പെട്ടെന്ന് നമ്മെ ആകർഷിക്കുന്നു. മറ്റുള്ളവരെ ആരാധിക്കുന്നതിനൊപ്പം നാം സ്വയവും സുന്ദരന്മാരും സുന്ദരിമാരും ആയിരിക്കാൻ ഇഷ്ടപ്പെടുന്നവർ ആണ്. അങ്ങനെ ആയിരിക്കുകയും വേണം. കാരണം അത് നമ്മുടെ വ്യക്തിത്വത്തിന്റെ ഒരു ഭാഗം കൂടിയാണ്. സ്വന്തം ശരീരത്തെ സ്നേഹിക്കുന്ന ഒരാൾ അതിനെ എപ്പോഴും ഭംഗിയായി കൊണ്ടു നടക്കും. നമുക്കറിയാം, വ്യക്തിത്വം എന്നത് കേവലം ഒരാളുടെ ബാഹ്യ സൗന്ദര്യം മാത്രമല്ല. എന്നാൽ നല്ല ആകരവടിവും തിളക്കമുള്ള ചർമ്മവും അതിന്റെ മാറ്റുകൂട്ടും. നമ്മുടെ പെരുമാറ്റവും സൗന്ദര്യവും കൊണ്ട് തീർച്ചയായും മറ്റുള്ളവർ നമ്മെ ശ്രദ്ധിക്കും. നല്ല പെരുമാറ്റം ശീലിക്കുന്നതോടൊപ്പം അറിവും നേടണം. എത്ര സൗന്ദര്യമുണ്ടെങ്കിലും അറിവ് അതിന്റെ മാറ്റുകൂട്ടുകയേ ഉള്ളൂ. ശ്രമിച്ചാൽ നമുക്കും ഇപ്രകാരം മാറാൻ പറ്റും. നമ്മുടെ ചർമ്മത്തെ ആരോഗ്യമുള്ളതാക്കാൻ ശരീരത്തിന്റെ മൊത്തം ആരോഗ്യം ശ്രദ്ധിക്കണം. ഗർഭിണി ആകുമ്പോൾ തന്നെ നല്ല നിറവും തിളക്കവുമുള്ള കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ തുടങ്ങണം. ആയുർവേദ ഡോക്ടറിനെ സമീപിച്ച് ഇക്കാര്യത്തിൽ ആവശ്യമായ ഉപദേശം തേടുക. മനസ്സിൻ ശാന്തതയ്ക്കായി റെക്കി ശീലിക്കുന്നത് നല്ലതാണ്. അതുപോലെ എന്നും മനസ്സിൽ കുഞ്ഞിന്റെ മനോഹരമായ ചിത്രം ദൃശ്യവൽക്കരണം നടത്തണം. ധാരാളം പേർ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ മാറി മാറി ഉപയോഗിച്ച് പരാജയപ്പെടുന്നത് കാണാറുണ്ട്. മുഖ്യമായും മുഖക്കുരു, കൈകാലുകളിലെ തൊലിയുടെ മിനുസമില്ലായ്മ, മുഖത്തെ പാടുകൾ ഇവയൊക്കെയാണ് നമ്മെ അലട്ടുന്നത്. സാധിക്കുന്നവർ ഡെർമറ്റോളജിസ്റ്റിനെ കണ്ടു പരിഹാരം തേടണം. അല്ലെങ്കിൽ അവ ചിലപ്പോൾ നമ്മുടെ ആത്മവിശ്വാസം തകർത്തേക്കാം. കുട്ടികൾ ആണെങ്കിൽ മറ്റുള്ളവരുടെ മുൻപിൽ വരാൻ മടി കാണിക്കും. മിക്കവാറും ഇത് ഹോർമോൺ വ്യതിയാനം മൂലം ഉണ്ടാകുന്നതു ആവാം. അത് അവരെ പറഞ്ഞു മനസ്സിലാക്കുക. കുറച്ചു കഴിയുമ്പോൾ ഇത് തനിയെ മാറും. ഇനി ഇങ്ങനെ മാറാത്ത ചിലരുണ്ട്. അതിന് പല കാരണങ്ങൾ കാണും. ജനിക്കുമ്പോൾ നല്ല മാർദ്ദവമുള്ള നമ്മുടെ സ്കിൻ എങ്ങനെയാണ് തിളക്കം നഷ്ടപ്പെട്ടതായത്? പല കാരണങ്ങൾ ഉണ്ട്. ഒന്നാമതായി വരുന്നത് കാലാവസ്ഥയാണ്. ചിലർക്ക് തണുപ്പ് അലർജി ഉണ്ടാവും. ഇത്തരക്കാർക്ക് തണുപ്പ് കൂടുതൽ ഉള്ള പ്രദേശങ്ങളിൽ ചെല്ലുമ്പോൾ ചർമ്മത്തിന്റെ മിനുസം നഷ്ടപ്പെടും. വരണ്ട ചർമ്മമുള്ളവരിലാണ് ഇത് കൂടുതൽ കാണപ്പെടുന്നത്. മറ്റു ചിലർക്ക് വെയിൽ കൊള്ളാൻ പറ്റില്ല. ഇത് കൂടുതലും മിനുസമുള്ള ചർമ്മക്കാർ നേരിടുന്ന പ്രശ്നമാണ്. കാലാവസ്ഥയ്ക്ക് അനുസരിച്ച വസ്ത്രധാരണത്തിലൂടെയും സൺസ്ക്രീൻ ഉപയോഗത്തിലൂടെയും ഒരു പരിധിവരെ ഇത് നിയന്ത്രിക്കാൻ പറ്റും. ചർമ്മത്തിന്റെ മിനുസം നഷ്ടപ്പെടാനുള്ള മറ്റൊരു കാരണം പോഷക ആഹാരക്കുറവാണ്. നാം എല്ലാവരും രുചികൾക്ക് പിന്നാലെ പായുന്നവരാണ്. പഴങ്ങൾ, പച്ചക്കറികൾ ഒക്കെ കഴിക്കാൻ നമുക്ക് മടിയാണ്. പക്ഷേ ചെറുപ്രായം തൊട്ടേ നാം ഇവ ശീലിക്കണം. കുട്ടികളെയും ശീലിപ്പിക്കണം. മധുര പലഹാരങ്ങൾ, ബേക്കറി പലഹാരങ്ങൾ എന്നിവ എളുപ്പത്തിനും രുചിക്കും വേണ്ടി കഴിക്കുമ്പോൾ അവ പതിവാക്കാതിരിക്കുക. ചർമ്മത്തിനാവശ്യമായ പോഷണം ഭക്ഷണത്തിലൂടെ നൽകണം. ഇല്ലെങ്കിൽ ചർമ്മത്തിന്റെ ഇലാസ്തികത നഷ്ടപ്പെടും. മറ്റൊരു കാരണം ആവശ്യമായ ശുദ്ധജലം കുടിക്കാത്തതാണ്. കുട്ടികൾ ദിവസം 6 ഗ്ലാസ് വെള്ളവും മുതിർന്നവർ 1.5 ലിറ്റർ വെള്ളവും കുടിക്കണം. എങ്കിലേ നമ്മുടെ കിഡ്നിയുടെ പ്രവർത്തനം ശരിയായി നടക്കുകയുള്ളൂ. ചർമ്മത്തിൽ നേരിട്ട് സൂര്യപ്രകാശം അല്ലെങ്കിൽ മറ്റുവിധത്തിൽ ഉള്ള ചൂട് ഏൽക്കുന്നത് ചർമ്മം വരളുന്നതിനു ഇടയാക്കും. വേനൽക്കാലത്ത് നിർബന്ധം ആയും സൺസ്ക്രീൻ ഉപയോഗിക്കുക. ഇനി മനഃശാസ്ത്രപരമായ കാരണങ്ങൾ നോക്കാം. നമുക്ക് ഇഷ്ടമില്ലാത്ത സാഹചര്യം രോഗങ്ങളുടെ പ്രധാന കാരണമാണ്. അതുപോലെ സ്ട്രെസ്, ഉത്കണ്ഠ, നിരാശ, മറ്റു മാനസിക പ്രശ്നങ്ങൾ, സ്വന്തം ശരീരത്തെ മോശമായി കരുതുന്ന അവസ്ഥ, എന്തെങ്കിലും അപകടങ്ങൾ, ഭക്ഷണക്രമത്തിലുണ്ടാകുന്ന മാറ്റം ഇവയൊക്കെ സ്കിൻ ഡിസീസിനു കാരണമാവുന്നുണ്ട്. ഭക്ഷണക്രമത്തിലുണ്ടാകുന്ന മാറ്റം 2 തരത്തിൽ ഉണ്ട്. ഒന്ന് അനോരെക്സിയ നെർവോസയും മറ്റൊന്ന് ബുളീമിയ നെർവോസയും ആണ്. ഇതിൽ അനോരെക്സിയ നെർവോസ ഉള്ളവർ തീരെ ഭക്ഷണം കഴിക്കില്ല. തന്മൂലം അവരുടെ ബോഡി മാസ് ഇൻഡെക്സ് നോർമൽ അളവിൽ നിന്നും വ്യത്യാസപ്പെടുന്നു.
ഇപ്രകാരം ഭാരം കുറയുന്നതുമൂലം ഇവർക്ക് സ്കിന്നിൽ ഉൾപ്പെടെ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ഇത് ചർമ്മം ചുക്കിച്ചുളിയാൻ കാരണം ആവുന്നു. ബുളീമിയ നെർവോസ ഉള്ളവർ അമിത ഭക്ഷണം കഴിക്കുന്നു. എന്നാൽ ഭക്ഷണം മൂലം പൊണ്ണത്തടി ഉണ്ടാവാതിരിക്കാൻ കൂടുതൽ എക്സർസൈസ് ചെയ്യുകയോ കഴിച്ചത് ശ്രദ്ധിച്ചു കളയുകയോ ചെയ്യും. ക്രമേണ ഇയാൾ ഡിപ്രഷനിലേക്ക് നീങ്ങും. ഇത് ശരീരത്തെയും സ്വാഭാവികമായും ചർമ്മത്തെയും ബാധിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇത്തരം കാര്യങ്ങളിൽ നിന്നും മോചനം നേടാൻ നമ്മുടെ ഭാഗത്തു നിന്നും മനഃപൂർവമായ ശ്രമം വേണം. അതിന് സഹായിക്കുന്ന ഒരു ചെറിയ മെഡിറ്റേഷൻ ആണ് ഇപ്പോൾ നൽകുന്നത്. ഇഷ്ടമുള്ള സമയത്ത് ചെയ്യുക. രാവിലെ ചെയ്താൽ കൂടുതൽ നല്ലതാണ്. സ്വസ്ഥമായി കസേരയിൽ ഇരിക്കുക. 6 തവണ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും പുറത്തേക്ക് വിടുകയും ചെയ്യുക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ശ്വാസം പുറത്തേക്ക് വിടുക. 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 ശരീരവയവങ്ങൾ അയച്ചിടുക. മെഡിറ്റേഷൻ തുടങ്ങുന്നതിനു മുൻപ് കണ്ണാടിയിൽ ഒന്ന് നോക്കുക. ഒപ്പം നിങ്ങളുടെ ചെറിയ പ്രായത്തിലെ ഒരു ഫോട്ടോയിലേക്കും നോക്കുക. തുടർന്ന് കണ്ണുകൾ അടയ്ക്കുക. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് നിങ്ങളുടെ ഇപ്പോഴത്തെ രൂപം കൊണ്ടുവരിക. വളരെ വ്യക്തതയോടെ കാണണം. നിങ്ങളുടെ ചർമ്മത്തിന് പണ്ട് ഉണ്ടായിരുന്ന തിളക്കം ഇപ്പോഴില്ല. അത് വെയിൽ കൊണ്ട് കറുത്തതാകാൻ തുടങ്ങിയിട്ടുണ്ട്. അല്ലെങ്കിൽ വയസ്സ് ആവുന്നതുമൂലം നിങ്ങളുടെ ചർമ്മത്തിന്റെ തിളക്കം നഷ്ടപ്പെട്ടു തുടങ്ങുന്നു. നിറയെ മുഖക്കുരുള്ള മിനുസം നഷ്ടപ്പെട്ട മുഖം നിങ്ങളെ അല്പം വിഷമിപ്പിക്കുന്നു. അത് മാറ്റാൻ നിങ്ങൾ തീവ്രമായി ആഗ്രഹിക്കുന്നു. തുടർന്ന് നിങ്ങളുടെ ഇപ്പോഴത്തെ മുഖം ഒരു TV സ്ക്രീനിൽ വലുതായി കാണുക. തുടർന്ന് നിങ്ങളുടെ ശ്രദ്ധ മുഖത്തെ ത്വക്കിലേക്ക് കൊണ്ടുവരിക. കരുതലോടും സ്നേഹത്തോടും കൂടെ ചാരുതഭരിതമായ റെക്കി എനർജി വെളുത്ത പ്രകാശരൂപത്തിൽ നിങ്ങളുടെ മുഖത്തെ ത്വക്കിൽ എല്ലായിടത്തും പ്രതിഫലിക്കുന്നതായി നിങ്ങൾ കാണുന്നു. അതിലേക്ക് നോക്കി ഇങ്ങനെ പറയുക: എൻ്റെ സ്കിൻ ആരോഗ്യം നിറഞ്ഞതാണ്. അവൾ തിളങ്ങുന്നു. പ്രകൃതിയുടെ പോസിറ്റീവ് ഊർജം എൻ്റെ സ്കിന്നിനെ ഊർജ്ജസ്വലമാക്കുന്നു. ശരീരത്തിൽ മുഴുവൻ ആ പ്രകാശം ഒഴുകുന്നത് നിങ്ങൾ കാണുന്നു. ആ പ്രകാശം നിങ്ങളുടെ ത്വക്കിനെയും മനസ്സിനെയും മിനുക്കുകയാണ്. ഈ വെളിച്ചഗോളം ഇപ്പോൾ നിങ്ങളുടെ ചുറ്റും പരന്നിരിക്കുന്നു. നിങ്ങൾക്ക് ഒരു പ്രഭാമണ്ഡലമായും സംരക്ഷണമായും പ്രവർത്തിക്കുന്നു. ഈ പ്രകാശം ചുറ്റുപാടുകളുടെ പോസിറ്റീവ് ഊർജം ആകർഷിക്കുന്നു. ഇത് ചൂടും സ്നേഹവും നിറഞ്ഞ ഒരു ആവരണം പോലെ അനുഭവപ്പെടുന്നു. നിങ്ങളുടെ ത്വക്ക് മാത്രം അല്ല, നിങ്ങളുടെ മനസ്സിനും ഇത് അനുഭവപ്പെടുന്നു. ഇപ്പോൾ ഒരു ദീർഘശ്വാസം എടുക്കുക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ശ്വാസം പുറത്തേക്ക് വിടുക. ശ്വാസം പുറത്തേക്ക് പോകുമ്പോൾ നിങ്ങളുടെ ശരീരത്തിലെ ഉള്ള എല്ലാ അശുദ്ധ അണുക്കളും പുറത്തേക്ക് പോകുന്നതായി നിങ്ങൾക്ക് അനുഭവപ്പെടുന്നു. പ്രകൃതിയിൽ നിന്നും പുതിയ ശ്വാസം സ്വീകരിക്കുക. തുടർന്ന് ഇങ്ങനെ പറയുക: പ്രകൃതിയുടെ പോസിറ്റീവ് ഊർജം എൻ്റെ സ്കിന്നിനെ മൃദുലവും യുവത്വമേറിയതുമാക്കിക്കൊണ്ടിരിക്കുന്നു. എൻ്റെ ത്വക്കിലെ ഓരോ കോശവും ഊർജവും ആരോഗ്യവും നിറഞ്ഞതാണ്. വീണ്ടും നിങ്ങൾ ഒരു TV സ്ക്രീൻ കാണുന്നു. അവിടെ ഇപ്പോൾ കാണുന്നത് നിങ്ങളുടെ ചെറുപ്പത്തിലെ നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന രൂപമാണ്. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് നിങ്ങൾക്ക് വേണമെന്ന് കരുതുന്ന മനോഹരമായ രൂപം കൊണ്ടുവരിക.
തീർച്ചയായും ഈ രൂപത്തിന് നിങ്ങളുടെ ചെറുപ്പത്തിലെ രൂപത്തിനോട് നല്ല സാദൃശ്യമുണ്ട്. നിങ്ങൾ ഇപ്പോൾ പുതിയ ഒരാളായി മാറിയിരിക്കുന്നു. നിങ്ങൾ നല്ല വ്യക്തിത്വം ഉള്ള ആളായി മാറിയിരിക്കുന്നു. പഴയ നിങ്ങളെ ഇപ്പോൾ നിങ്ങളോർക്കുന്നില്ല. ആ കാഴ്ചയെ നിങ്ങൾ അതിജീവിച്ചിരിക്കുന്നു. നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ നിങ്ങളുടെ മനോഹരമായ രൂപം ആണുള്ളത്. നിങ്ങൾക്ക് മുഖക്കുരു ഉണ്ടായിരുന്നത് മാറിയിരിക്കുന്നു. നിങ്ങളുടെ മുഖം തിളങ്ങുന്നു. നിങ്ങൾ കൂടുതൽ ചെറുപ്പം ആയിരിക്കുന്നു. നിങ്ങളുടെ കൈകൾക്ക് നല്ല മിനുസം ഉണ്ട്. കൈയിലെ ചർമ്മം മിനുസമുള്ളതായി മാറിയിരിക്കുന്നു. ചുളിവുകളെല്ലാം മാറിയിരിക്കുന്നു. നിങ്ങളുടെ പാദങ്ങളിലെ വിള്ളലുകൾ മാറിയിരിക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ ഇപ്പോൾ ഇഷ്ടപ്പെടുന്നു. ഇപ്പോൾ നിങ്ങൾ മനസ്സിൽ കുറെ പ്രതിജ്ഞകൾ എടുക്കുന്നു. ഞാൻ എന്നെ ഒത്തിരി ഇഷ്ടപ്പെടുന്നു. ഞാൻ സുന്ദരനാണ്, സുന്ദരിയാണ്. ഈ സൗന്ദര്യം ഞാൻ നിലനിർത്തും. ഇപ്പോൾ എൻ്റെ ചർമ്മത്തിന് നല്ല മിനുസമുണ്ട്. ഇത് നിലനിർത്താൻ എൻ്റെ ചർമ്മത്തിൻ്റെ പരിചരണം ഞാൻ എന്നും ചെയ്യും. ഞാൻ ധാരാളം വെള്ളം കുടിക്കും. ആഹാരത്തിൽ രുചിയേക്കാൾ പോഷകത്തിന് പ്രാധാന്യം കൊടുക്കും. ഞാൻ ചർമ്മത്തെ മോയ്സ്ചറൈസ് ചെയ്യും. അനാവശ്യ മേക്കപ്പുകൾ ഒഴിവാക്കും. കഴിവതും പ്രകൃതിദത്തമായ സൗന്ദര്യവർദ്ധക സാധനങ്ങൾ മാത്രമേ ഞാൻ ഉപയോഗിക്കൂ. എൻ്റെ സ്കിൻ ഡ്രൈ സ്കിൻ, നോർമൽ സ്കിൻ, സെൻസിറ്റീവ് സ്കിൻ ഇവയിലേതാണെന്നു ഞാൻ മനസ്സിലാക്കും. അതിനനുസരിച്ചു എന്നും രാവിലെയും വൈകിട്ടും ഞാൻ അതിനെ പരിചരിക്കും. ഞാൻ കൊഴുപ്പു നിറഞ്ഞ ആഹാര പദാർത്ഥങ്ങൾ ഒഴിവാക്കും. പുകവലി, മദ്യപാനം ഇവ പൂർണ്ണമായും ഉപേക്ഷിക്കും. സൂര്യതാപം ഏൽക്കാതെ ഞാൻ അതിനെ സംരക്ഷിക്കും. എന്നും രാവിലെയും വൈകിട്ടും ഇളം വെയിൽ കൊണ്ട് അതിന് വിറ്റാമിൻ ഡി ആവശ്യത്തിന് ലഭ്യമാക്കും. ഞാൻ എല്ലാ ദിവസവും വ്യായാമം ചെയ്യും. എല്ലാ ദിവസവും 7 മണിക്കൂർ ഉറങ്ങി അതിന് നവോന്മേഷം നൽകും. കാലാവസ്ഥക്ക് അനുസരിച്ചു വസ്ത്രം ധരിക്കും. യാത്രകൾ ചെയ്യുമ്പോൾ ഞാൻ സ്കിൻ കെയർ കിറ്റ് കയ്യിൽ കരുതും. എൻ്റെ മെലിഞ്ഞ ശരീരം നന്നാകുന്നതിന് ഞാൻ നല്ല ഭക്ഷണം വേണ്ട അളവിൽ കഴിക്കും. എനിക്ക് അമിതവണ്ണം ഉണ്ടാകാതെ ഞാൻ ശ്രദ്ധിക്കും. എൻ്റെ ശരീരഭാരം നിയന്ത്രിക്കുന്നതിനായി ഞാൻ ഭക്ഷണം കൺട്രോൾ ചെയ്യും. വ്യായാമം ശീലിക്കും. ഇക്കാര്യങ്ങൾ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഇനി മാറ്റമില്ല. പ്രതിജ്ഞ, പ്രതിജ്ഞ, പ്രതിജ്ഞ. ഇനി ഒരു ദീർഘശ്വാസം എടുക്കുക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ശ്വാസം പുറത്തേക്ക് വിടുക. തുടർന്ന് ഇങ്ങനെ പറയുക: I love me. Thank you God for giving me this wonderful life. I love me. Thank you God for giving me this wonderful life. I love me. Thank you God for giving me this wonderful life. മെല്ലെ പുഞ്ചിരിയോടെ കണ്ണുകൾ തുറക്കുക. മെഡിറ്റേഷൻ അവസാനിച്ചിരിക്കുന്നു. താങ്ക് യു ഗോഡ്. ഈ മെഡിറ്റേഷൻ ചെയ്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് വേണ്ട ആവശ്യങ്ങൾ കിട്ടിയതായി നന്ദി പറഞ്ഞുകൊണ്ട് കമന്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക.